നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മൾ തമ്മിലുള്ള കാഴ്ചയെ തെറ്റായിട്ട് എന്തെങ്കിലും സംഭവിച്ചാ നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഈ ഫോട്ടോസ് ലോകം മുഴുവൻ എത്തിയിരിക്കും. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ഞാൻ കാത്തു നിൽക്കാം. എന്റെ ഇരയല്ലേ, ഞാൻ കാത്തു നിന്നല്ലേ പറ്റൂ. ഓക്കെ. ആ അമ്മവാ, ഈ വെള്ളത്തിന് ചൂട് നോക്കി. ഞാൻ അത് നോക്കിയതാ, അത് പാകുവാ. നമുക്ക് കുളിക്കാൻ പോണു, നമ്മള് കുളിക്കാൻ പോണു. ആ ദേ ദേ, ആ വെള്ളത്തിന് ചൂടോട്ടോ. പതുക്കുഴി. അല്ല, ഈ കുഞ്ഞിന്റെ മുഖത്തെങ്ങനെയാ സോപ്പിടുന്നേ? അവക്ക് കണ്ണ് നീറില്ലേ? എടാ, ഈ മുഖത്ത് സോപ്പിടുമ്പോഴേ കവിളും മുഖവും ഒക്കെ നല്ലോണം ഉരുട്ടണമെന്ന് പറയും. ആയ കാലത്ത് നോക്കി നിന്നല്ലാതെ പഠിക്കാനൊന്നും പോയിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കാമല്ലോ. ഹലോ. നമ്മൾ സംസാരിച്ചിട്ട് ഇപ്പൊ കുറച്ച് മണിക്കൂറുകളായി. ഇതിന്റെ ഇടയിൽ ജ്യോതി ഇക്കാര്യം ആരുടെയെങ്കിലും പറഞ്ഞോ? ഇല്ല. കള്ളം പറഞ്ഞു. എന്റെ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്തു. സത്യല്ലേ? നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയണ്ടേ? എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി എന്തും ചെയ്യും. വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറയും, അല്ലെ പോലീസിൽ പറയും. പക്ഷേ ഈ നമ്പറിൽ സഞ്ചരിച്ച് ആരും എന്നിലേക്ക് എത്തില്ല. പക്ഷെ എല്ലാ വഴികളിലൂടെയും ഞാൻ നിന്നിലേക്ക് എത്തും. താൻ ആരാ? താൻ എവിടെയുള്ളേ? നമുക്ക് കാണാം. ഇപ്പൊ തന്നെ കണ്ടാലോ? ഞാൻ പറയുന്നിടത്തേക്ക് വരുമോ? വരാം. താൻ തനിച്ചായിരിക്കോ അതോ എന്നെ അങ്ങ് തീർക്കാനുള്ള ആളെയും കൂട്ടി വരുമോ? അപ്പൊ നിനക്ക് പേടിയുണ്ടല്ലേ? ഉണ്ട്.
ആളുകളെയും കൂട്ടിയാണ് നീ വരുന്നെങ്കിൽ അവരെ മാത്രമല്ല ഈ ലോകത്തിനെ മുഴുവൻ അറിയിക്കേണ്ടി വരില്ലേ? അതിനുവേണ്ടി സമയം ചിലവാക്കേണ്ടി വരില്ലേ? അതിന്റെ പേടിയുണ്ട്. പിന്നെ എന്നാൽ കഴിയുന്ന വിധത്തിൽ നിന്നെ നിന്റെ കുടുംബത്തിനെ ദ്രോഹിക്കേണ്ടി വരില്ലേ? അതിന്റെ പേടിയുണ്ട്. ഞാൻ എന്തിനാടി പെണ്ണെ നിന്നെ പേടിക്കുന്നത്? പേടി നിനക്കല്ലേ വേണ്ടത്? മുമ്പ് ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന ഒരു പൊളിഞ്ഞ കെട്ടിടമുണ്ട്, അറിയോ നിനക്ക്? ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടാവും. ഒരു 15 മിനിറ്റിനുള്ളിൽ നീ അവിടെ വരണം. നല്ലപോലെ ആലോചിച്ച് വന്നാ മതി. നമ്മൾ തമ്മിലുള്ള കാഴ്ചയെ തെറ്റായിട്ട് എന്തെങ്കിലും സംഭവിച്ചാ നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഈ ഫോട്ടോസ് ലോകം മുഴുവൻ എത്തിയിരിക്കും. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ഞാൻ കാത്തു നിൽക്കാം. എന്റെ ഇരയല്ലേ, ഞാൻ കാത്തു നിന്നല്ലേ പറ്റൂ. ഓക്കെ? സി മിസ്റ്റർ രഘു, നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ജീവന്റെ മാനസിക പ്രശ്നങ്ങൾ വിവാഹത്തോടെയല്ല ആരംഭിച്ചത്. ഉദാഹരണത്തിന് അനുജത്തിയുടെ മേക്കപ്പ് ബോക്സും മറ്റും അയാൾ കുഴിച്ചിട്ടിരുന്നത് എത്രയോ മുൻപാ. അന്നൊന്നും പ്രകടമായ രീതിയിൽ ഇതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ദാറ്റ് മീൻസ് വളരെ കാലമായിട്ട് ചില കോംപ്ലക്സുകൾ അയാളിലുണ്ട്. സോ ഇറ്റ്സ് എ ഡീപ്പ് റൂട്ടഡ്. ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ പേഷ്യന്റിനോട് നേരിട്ട് സംസാരിക്കാതെ, അയാളെ നേരിട്ട് കാണാതെ ഒരു ട്രീറ്റ്മെന്റും നമുക്ക് സാധ്യമല്ല. നിങ്ങള് അച്ഛനമ്മമാര് അയാളെ വിളിച്ചിരുത്തി സംസാരിച്ച് ഒന്നിങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കൂ. അത് ഒരിക്കലും അവൻ സമ്മതിക്കില്ല ഡോക്ടർ. അങ്ങനൊരു കാര്യത്തിന് ശ്രമിച്ചാൽ അവൻ ചിലപ്പോ ഇതിനേക്കാൾ കൂടി എന്തെങ്കിലും കാര്യം ചെയ്യുമോന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.